എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. എൻ്റെ പേര് KV ജോസ്. ഞാൻ കർണാടകയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. PC മാഷയുടെ മൂത്ത മകൻ. എൻ്റെ പിതാവിൻ്റെ ദേഹാഭിയോഗം ഞങ്ങളിലുണ്ടാക്കിയ ദുഃഖം അത് വലുതാണ്. എങ്കിലും ഒരു വലിയ പ്രത്യാശയിൽ നിലനിൽക്കാൻ അദ്ദേഹം ഞങ്ങളെ എക്വിപ്പ് ചെയ്തിരുന്നു. എൻ്റെ മാതാവ് 87 വയസ്സ്, റേച്ചൽ വർഗീസ്. ഇപ്പോഴും വളരെ പ്രത്യാശയോടെ ദിവസങ്ങളിലായിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. 1960കളിൽ PC സ്കൂളിലെ ആദ്യത്തെ ടീച്ചറായി എൻ്റെ പിതാവ് നിയമിക്കപ്പെടുന്നതിന് മുൻപ് ചില വർഷങ്ങൾ 1-2 സ്കൂളുകളിൽ തന്നെ ടീച്ചറായി വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ കോടതിയിൽ ഒരു ഗുമസ്തനായി തന്നെ വർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അതിനു മുമ്പേ TTC പഠിച്ചു കഴിഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ബ്രദറൻ ബൈബിൾ കോളേജിലെ ഫസ്റ്റ് ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായി തന്നെ ദൈവവചനം അഭ്യസിപ്പാൻ ഇടയായിത്തീർന്നു. YGSKL, കുര്യൻ സാർ, ഇമി ചെറിയാൻ സാർ തുടങ്ങിയ പ്രഗത്ഭർ തന്നെ തിരുവചനം പഠിപ്പിച്ചു. പിന്നീട് തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തനിക്ക് പെന്തക്കോസ്തുകാരനായ ഒരു സ്നേഹിതൻ കൂട്ടായി കിട്ടി. അവരുമായി വെറുതെ ആത്മഭാരത്തോടെ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താൻ കൂടി വരുമായിരുന്നു. ഒരു രാത്രിയിൽ ആ പ്രാർത്ഥന ഒരു കരച്ചിലായി. ദേശത്തിനു വേണ്ടിയുള്ള ആ കരച്ചിലിൽ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിപ്പാൻ ദൈവം തനിക്ക് ഭാഗ്യം നൽകി. ഒരു കാലത്ത് പരിശുദ്ധാത്മ സ്നാനം തെറ്റണമെന്ന് വാദിക്കാനും തെളിയിക്കാനും മുന്നിട്ട് നിന്ന തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ തുടർന്നുള്ള വലിയ ശുശ്രൂഷകൾക്ക് മുന്നിൽ കണ്ട് ദൈവാത്മാവിന് പ്രസാദം തോന്നിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഭവമായി തന്നെ നെല്ലിക്കുന്നത്തുള്ള തൻ്റെ ഭവനത്തിൽ വരുമ്പോൾ പിതാവും മാതാവും ബ്രദറൻ സഭയിലെ അംഗങ്ങളായിരുന്നു. തൻ്റെ ഇളയ സഹോദരി മേരി ചേച്ചി വീട്ടിലന്നുണ്ട്. ശനിയാഴ്ച രാത്രിയിൽ തൻ്റെ വീടിൻ്റെ വരാന്തനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാത്മാവിൻ്റെ നിറവുണ്ടായി. മേരി ആൻറ്റി വന്നടുത്തിരുന്നു. അവരും ബ്രദറുകാരി ആ ദൈവദാസിയും അന്ന് അഭിഷേകം പ്രാപിച്ചവരിരുവരും മണിക്കൂറുകൾ അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാനും ആ അനുഭവത്തിൽ ഇന്നയോളം തുടരാനും പിതാവിന് ദൈവം കൃപ തന്നു. പീച്ചിയിലേക്ക് താൻ വരുമ്പോൾ ആദ്യത്തെ അധ്യാപകനെന്ന് ഞാൻ പറഞ്ഞല്ലോ. പീച്ചിയിൽ ഒരു ദൈവസഭ ഉണ്ടാകുക എന്ന ഒരു വലിയ ലക്ഷ്യം തനിക്കുണ്ടായി. ഓരോ കുന്നുകളും ഓരോ സ്ഥലങ്ങളും കയറി ഇറങ്ങുകയും ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തും പ്രാർത്ഥിച്ചും ആത്മാവിൽ ജാഗരിച്ചും പീച്ചിയിലുടനീളം താൻ സഞ്ചരിച്ചു. അന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വെലങ്ങന്നൂരിൽ ഒരു ചെറിയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനത്തോട് ചേർന്ന് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ ഗുരുവായിരുന്ന VK എബ്രഹാം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും അത്ഭുത രോഗശാന്തി, കോടതി വ്യവഹാരങ്ങളോടുള്ള സഭയുടെ സമീപനം തുടങ്ങിയ വിഷയങ്ങളിൽ അവർ വേറിട്ട് നിൽക്കുമ്പോൾ തന്നോടുകൂടെ PC മാഷും ചേർന്ന് നിന്നു. തുടർന്നങ്ങോട്ടുള്ള ആ ദൈവസഭയുടെ വളർച്ച അത്ഭുതാവഹമായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ശക്തമായി അനുഭവിച്ച കാലഘട്ടത്തിൽ നിരവധി സഭകൾ ഉത്ഭവിക്കുവാൻ, സഭാശക്തിയോടെ വളരുവാനിടയായി തീർന്നു. അങ്ങനെയിരിക്കെ ചില പ്രത്യേക കാരണങ്ങളാൽ ആ ഗ്രൂപ്പുമായി വിട്ട്
ഒറ്റയ്ക്ക് നിൽക്കുവാൻ താൻ നിർബന്ധിക്കപ്പെട്ടു. തുടർന്ന് അങ്ങോട്ട് VJ ജേക്കബ് സാറുമായിട്ടുള്ള ആത്മീയ സഹകരണത്തിൽ താൻ മുന്നോട്ട് കടന്നുപോയി. അത് തൻ്റെ ജീവിതത്തിലെ തൃശ്ശൂരിന് പുറത്തേക്കുള്ള ഒരു ടേണിംഗ് പോയിൻ്റായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. മധ്യ തിരുവിതാംകൂർ തുടങ്ങിയ ഇടുക്കി, നിലമ്പൂർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷകൾക്കായി ഉപവാസ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പ് യോഗങ്ങൾക്കും കൺവെൻഷൻ കൂട്ടങ്ങൾക്കും താൻ ക്ഷണിക്കപ്പെട്ടു. ആ കാലഘട്ടങ്ങളിൽ 80-90 കാലഘട്ടങ്ങളിൽ സിസ്റ്റർ മേരി കോവൂർ, PA എബ്രഹാം കാനമച്ചൻ, കല്ലുമല കുഞ്ഞോൻ സാർ, അങ്ങനെ തുടങ്ങിയ നിരവധി ദൈവവൃത്യന്മാർ കൺവെൻഷൻ പ്രാസംഗികരായി കേരളം മുഴുവൻ, മലങ്കര മുഴുവൻ നടന്നിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ പിതാവും അതിലൊരാളായിരുന്നു എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. തൻ്റെ ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ റോട്ടർ കോളിൽ മിനിമം ഒരു 10 പേരെങ്കിലും രക്ഷിക്കപ്പെടും. അവരെ സ്നാനപ്പെടുത്തിയിട്ടേ താൻ മടങ്ങി വരത്തുള്ളൂ. താൻ സ്നാനപ്പെടുത്തിയവരുടെ സംഖ്യ അത് 1000 ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ സഞ്ചരിക്കാറുണ്ട്. ഇന്ത്യക്ക് പുറത്തെ ചില സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഭാരതത്തിലെ ഏത് കോണിൽ ചെന്നാലും, ഞാൻ സഞ്ചരിച്ച ലോകത്തിലെ രാജ്യങ്ങളിലെല്ലാം ഒരു അധ്യാപകൻ എന്ന നിലയിൽ സെക്കുലർ വിദ്യാഭ്യാസം തന്നിൽ നിന്ന് ലഭിച്ച, ബൈബിൾ കോളേജിൽ പഠിച്ച, താൻ എക്യുപ്പ് ചെയ്ത് വളർത്തിയ, ശിഷ്യഗണത്തിൽപ്പെട്ട, സ്നാനപ്പെടുത്തിയ, അഭിഷേകത്തിലേക്ക് നയിച്ച, ഓർഡിനേഷൻ കൊടുത്ത 100 കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിച്ചി മാഷയുടെ കെയർ ഓഫിലാണ് എനിക്ക് വാതിലുകൾ ആ സ്ഥലങ്ങളിൽ തുറന്ന് കിട്ടിയത് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടെ ഓർക്കുന്നു. പിച്ചിയിൽ 20ഓളം സഭകൾ സ്ഥാപിപ്പാൻ, അതിന് സ്ഥാപന വസ്തുക്കൾ ഉണ്ടാക്കാൻ, ശ്മശാനമുണ്ടാക്കാൻ, പാസനേജ് ഉണ്ടാക്കാൻ ഒക്കെ എൻ്റെ ഭൗതിക ജോലിയിൽ നിന്ന് ലഭിക്കുന്ന പണവും ശുശ്രൂഷകളിൽ തനിക്ക് ലഭിച്ച നന്മകളും പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങിയ ഗവൺമെൻറ് ആനുകൂല്യങ്ങളും സമയാസമയങ്ങളിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കർത്താവ് തന്നെ ഉപയോഗിച്ചു. മൂത്ത മകനായ എനിക്ക് എല്ലാ മാസവും ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ശമ്പളം കിട്ടിയാൽ ആ മൊത്തം പണം തൻ്റെ കയ്യിൽ ഒരു 100ഓളം മണി ഓർഡർ കൂപ്പണുകൾ വീട്ടിൽ വാങ്ങി വച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ അനേക ദൈവവൃത്യന്മാർ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ പ്രസിദ്ധരായ ലീഡേഴ്സ്, ഇതര ഡിനോമിനേഷനുകളിലെ ലീഡേഴ്സ്, ഇവർക്കെല്ലാം ഈ മൊത്തം ശമ്പളം അയച്ച് കാലി പോക്കറ്റുമായിട്ടാണ് തൻ്റെ ഒരു മാസം ആരംഭിക്കുന്നത്. താൻ വിശ്വാസത്താൽ ജീവിച്ചു. പലപ്പോഴും കാക്കയുടെ വരവിന് വേണ്ടി താൻ കാത്തിരുന്നു. അനേക പ്രാവശ്യം ആഹാരമില്ലാത്ത ദിനങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരിക്കൽ പോലും കടം വാങ്ങുവാനോ ആരുടെയും മുമ്പിൽ കൈനീട്ടുവാനോ തനിക്ക് കഴിയുമായിരുന്നില്ല. തൻ്റെ അഭിമാനം തന്നെ അതിനെ അനുവദിച്ചില്ല. ദൈവത്തോടുള്ള തൻ്റെ കമ്മിറ്റ്മെൻറ്റ് അതിനെ തന്നെ അനുവദിച്ചില്ല. ആ കഷ്ടകാലം കുറച്ച് വർഷങ്ങളെ ഉള്ളൂ. പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ കഴിയാതെ വണ്ണം സാമ്പത്തികമായ ഒരു കുറവും വരാതെ തൻ്റെ മരണ ദിവസം വരെ ദൈവം തനിക്ക് വേണ്ടി വഴികൾ തുറന്നു എന്നുള്ളതിന് സാക്ഷിയാണ് ഞാൻ. ഓരോ ഇൻസിഡൻറ്റുകളിലും ദൈവം തുറക്കുന്ന വഴികൾ കാണുവാനും കാത്തിരിപ്പാനും താൻ അഭ്യസിച്ചിരുന്നു. ഒരിക്കൽ തൻ്റെ അടുക്കൽ മലബാറിൽ നിന്നുള്ള ഒരു ദൈവദാസൻ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. 10 പൈസ കയ്യിൽ നിൽക്കില്ല. ഇതാണ് തൻ്റെ പ്രശ്നം. അപ്പച്ചൻ തന്നെ ദശാംശം എന്തെന്ന് പഠിപ്പിച്ചു. ഇന്നു മുതൽ ദശാംശം കൊടുക്കണം. അദ്ദേഹം അത് കൊടുക്കാൻ തുടങ്ങി. ദൈവം തന്നെ അനുഗ്രഹിച്ച വിഷയം ഒരിക്കൽ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. പഠിപ്പിക്കുക മാത്രമല്ല,
അത് ചെയ്തു കാണിക്കുവാനും താൻ വ്യഗ്രത കാട്ടിയിരുന്നു. തൻ്റെ ജീവിതത്തിൽ അനേക ദുഃഖിക്കുന്ന അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാനത് വിവരിക്കുന്നില്ല. ആ സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കുമെങ്കിലും വീണ്ടും ദൈവസന്നിധിയിൽ അത് ദൈവഹിതമെന്ന് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനുമുള്ള സമയം ചെലവഴിച്ച് ആ പരിജ്ഞാനത്തിൽ, ആ മെച്യൂരിറ്റിയിൽ നിൽക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തു നിമിത്തം താനേറ്റ പ്രോസിക്യൂഷനുകളുടെ ലിസ്റ്റ് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. കടാര കൊണ്ട് കുത്താൻ തന്നെ വന്ന ആ വ്യക്തിയെ ചില ആഴ്ചകൾക്കുള്ളിൽ താൻ സ്നാനപ്പെടുത്തി. അതോടുകൂടെ അവിടെ വേല ചെയ്തിരുന്ന ഒരു വേലായുധൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് തൻ്റെ വിവാഹം കഴിപ്പിച്ച് മക്കളെ പോലെ ഭവനത്തിൽ പാർപ്പിക്കുവാൻ തനിക്ക് കഴിഞ്ഞിരുന്നു. മറ്റൊരിക്കൽ തൃശ്ശൂരിൽ വെച്ച് വളരെ ആസൂത്രിതമായി കോടി ജോസിൻ്റെ ഭവനത്തിൽ താൻ ആക്രമിക്കപ്പെട്ടു. ചെട്ടിക്കുളങ്ങര എന്ന സ്ഥലത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ 2-ാം ദിവസമായിരുന്നു അപ്പച്ചന് ഒരു പ്രസംഗം ഉണ്ടായിരുന്നത്. 4 മണിക്ക് വന്നപ്പോഴേ ടൗണിൽ ആളുകൾ തുറച്ചു നോക്കുന്നത് താൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസം മതവിദ്വേഷം പലർത്തിയ ചില വാക്കുകൾ ആ പ്രസംഗിൽ നിന്ന് വന്നത് അവരെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കൺവെൻഷൻ നടക്കുമോ ഇല്ലയോ എന്ന ഭീതി സംഘാടകർക്കുണ്ടായിരുന്നു. കൃത്യസമയത്ത് പ്രാർത്ഥന തുടങ്ങി, പാട്ട് തുടങ്ങി. അപ്പച്ചൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ വടികളുമായി ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ വന്ന് തന്നെ വടികൾ കൊണ്ടടിച്ച് താഴെയിട്ടു. എന്നാൽ പിറ്റേ ദിവസം ആ സൺഡേ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 8ഓളം പേർ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ സ്വർഗം വഴികളെ തുറന്ന ഒരു അത്ഭുത ചരിത്രം താൻ എന്നോട് വിവരിച്ചിട്ടുണ്ട്. അതുപോലെ രസാവഹമായ അനേക കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു പന്തലിൽ 100 കണക്കിന് ആളുകൾ വന്ന് കൺവെൻഷൻ നടക്കുകയാണ്. ദൈവാത്മാവ് തന്നോട് പറയുന്നു, ആ പെട്രോമാക്സ് അടിക്കുന്ന മനുഷ്യനോട് നിർത്താൻ പറയാൻ. അച്ഛൻ പറഞ്ഞത് ആ മനുഷ്യൻ കേൾക്കുന്നില്ല. അയാൾ പെട്രോമാക്സ് ശക്തമായി പമ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീ ആളിക്കത്തിയ പന്തൽ മുഴുവൻ കത്തിയെരിഞ്ഞു. ആളുകൾ പരിഭ്രാന്തരായി. ഭയങ്കര തീ. ആ തീയുടെ സമയത്ത് അപ്പച്ചൻ പറഞ്ഞു, മൈക്ക് ഓൺ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഒരു തീച്ചൂളയെക്കുറിച്ചും ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കാൻ പോകുന്നെന്നും അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുക വഴി അന്ന് 10ഓളം പേർ രക്ഷിക്കപ്പെടാനും നെക്സ്റ്റ് ഡേ അവരെ സ്നാനപ്പെടുത്താനും PMG സഭയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ താനെ വിവരിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരംഭിച്ച ആ ഉണർവന്റെ തീജ്വാല അത് കത്തിപ്പടരുന്നതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ തനിക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞെന്ന് പലപ്പോഴും താൻ പറയാറുണ്ട്. താൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അനേകർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പാനിടയായിത്തീർന്നു. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെട്ടു. 25ഓളം ബൈബിൾ കോളേജുകളിൽ ദൈവവചനം പഠിപ്പിച്ച അനേകരെ ശിഷ്യരാക്കി ഫീൽഡിലേക്ക് അയച്ചു. ഒരിക്കൽ അമേരിക്കയിൽ ശുശ്രൂഷിച്ച് താൻ മടങ്ങി വരവേ ബോംബെയിൽ വന്നു. ബോംബെയിലുള്ള വിവിധ സഭകൾ കൺവെൻഷനുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കൺവെൻഷനിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ പോഡിയത്തിൻ്റെ അടുത്തു വന്നു മുട്ടുകുത്തി. ആ വ്യക്തിയാണ് ഇന്ന് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ JC ദേവിൻ്റെ മരുമകനായി ആ വ്യക്തിയെ പേര് ഞാൻ മിസ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ആ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ സജ്ജമാക്കാൻ ഈ ചെറു ആയുസ്സിൽ കർത്താവ് തനിക്ക് ഭാഗ്യം നൽകി. മരിക്കുന്നതിന് ചില മിനിറ്റുകൾക്ക് മുമ്പ് ഒരു 3 ദിവസം തന്നെ ശുശ്രൂഷിപ്പാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം എനിക്കെന്ന് പറയാൻ പറ്റില്ല. മക്കൾക്ക്, മരുമക്കൾക്ക് ഒരു കൂട്ടായ ടീം വർക്കിലൂടെ തന്നെ ശുശ്രൂഷിപ്പാനും വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്യിപ്പാനും ദൈവം കരുണ ചെയ്തു. മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് അമ്മ അടുത്തു ചെന്നു. അടുത്തിരുന്നപ്പോൾ പറഞ്ഞു, നീ ദൂരെ പോയിരിക്കെ ഫാനിൻ്റെ ശബ്ദം
അല്ലെങ്കിൽ ഫാൻ അടിച്ചാൽ നിനക്ക് പ്രയാസമാണല്ലോ. മരിക്കുന്നതിന് മുമ്പ് ഭാര്യയെ തൊട്ട് കുറച്ച് ഓപ്പോസിറ്റ് കൊണ്ട് ഇരുത്തി മക്കൾ ചുറ്റും നിൽക്കവേ ഉറങ്ങുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ അത് നിത്യ ഉറക്കമായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഒരു ഭാവഭേദവും കൂടാതെ വാ തുറക്കാതെ കണ്ണടച്ച് സ്റ്റഡിയായി കിടന്ന് യാക്കോബ് കട്ടിൽമേൽ കിടന്ന് മരിച്ചതുപോലെ ഒരു നല്ല അന്ത്യം എൻ്റെ പിതാവിന് ലഭിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ശരീരം തണുത്തിരുന്നു. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരുന്നു. തനിക്കുണ്ടായിരുന്ന പ്രത്യാശ വലുതായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അവിടെ സെർവ് ചെയ്തിരുന്ന, ഞങ്ങളെ സഹായിപ്പാൻ വന്നിരുന്ന ആ പ്രിയ സഹോദരി നൈസി എന്ന സഹോദരി ഒരു പാട്ടുകാരിയും കൂടിയാണ്. അപ്പച്ചൻ എഴുതിയ പാട്ടുകളും പ്രത്യാശയുടെ ഗാനങ്ങളും ആ സഹോദരിയെ കൊണ്ട് പാടിപ്പിക്കുമായിരുന്നു. തൻ്റെ അടുക്കൽ ഒരു മ്യൂസിക് സെറ്റുണ്ട്. അത് എപ്പോഴും ഓൺ ചെയ്താൽ പ്രത്യാശയുടെ ഗാനങ്ങൾ, പഴയ ഗാനങ്ങൾ താൻ പാടുമായിരുന്നു. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വിരമിച്ച ശേഷം തനിക്കുണ്ടായ കയ്പുള്ള അനുഭവങ്ങൾ, താൻ നിന്നിരുന്ന പ്രസ്ഥാനത്തിൽ തനിക്കുണ്ടായ വേദനകൾ എന്നോട് പങ്കിട്ടപ്പോൾ കർണാടക IPCയുമായിട്ട് ഒരു മെമ്പർഷിപ്പിൽ മുന്നോട്ട് പോകുവാൻ താൻ എന്നെ നിർബന്ധിച്ചു. അന്നു മുതൽ എല്ലാ സൺഡേയും, ഒരു സൺഡേ പോലും ആരാധനയിൽ താൻ പങ്കെടുക്കാതിരുന്നില്ല. കുടുംബമായി സൂം പ്ലാറ്റ്ഫോമിൽ താൻ കടന്നു വരുമായിരുന്നു. പ്രസംഗത്തിൻ്റെ കമൻറ്റുകൾ പിന്നീട് പറയുമായിരുന്നു. പ്രസംഗം മധ്യേ അടുത്ത ആഴ്ചയിലെ പ്രോഗ്രാമുകൾ ഞാൻ വിവരിക്കുന്നത് ഞാൻ പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല. താൻ ശ്രദ്ധിക്കും. ആ മീറ്റിംഗ് കഴിയുന്ന സമയം താൻ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ചോദിക്കും, ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? അർത്ഥം, ആ മിനിസ്ട്രിക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ശാസിക്കാൻ അല്ലെങ്കിൽ കറക്റ്റ് ഇന്ന് താനില്ല എന്നുള്ളത് എന്നെ ദുഃഖപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി പോരാടാൻ ഒരാൾ കുറഞ്ഞു എന്നുള്ളതും എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്. തൻ്റെ പിതാവ് ഒരു പാസ്റ്ററേക്കാൾ വലിയ മനുഷ്യനായിരുന്നു, വേദപണ്ഡിതനായിരുന്നു. തൻ്റെ മക്കളിൽ 2-3 പേരും ദൈവവചനം നന്നായി ശുശ്രൂഷിക്കുന്നവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിരുന്നു. മൂത്ത ആൾ മരിച്ചുപോയി. ഒരു പണ്ഡിതനായിരുന്നു ആ ശാമുവേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന K.O. സാമുവേൽ. K.O. തോമസ് ഒരു വചന പണ്ഡിതനാണ്. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ദൈവവചനം ഇന്നും നന്നായി പഠിപ്പിക്കുന്ന, സംവാദ മേഖലകളിൽ എതിരെ നിൽക്കുന്ന ആളുകൾക്ക് ഭീഷണിയായി ഇന്നും ശക്തമായി നിലകൊള്ളുന്ന K.O. തോമസ്. അപ്പച്ചനും അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, ദുരുപദേശങ്ങളെ ശക്തമായി എതിർത്തിട്ടുണ്ട്, ലഘുലേഖകൾ ഇറക്കിയിട്ടുണ്ട്. സാഹിത്യരംഗത്തും സിയോൺ കാഹളം എന്ന മാസികയുടെ ചീഫ് എഡിറ്ററായും ഡയറക്ടറായും ഒക്കെ അനേക വർഷങ്ങൾ സേവനം ചെയ്യാൻ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തു. അനേക ഗാനങ്ങൾ രചിപ്പാൻ ദൈവം തന്നെ സഹായിച്ചു. വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് നല്ല അന്ത്യം പ്രാപിച്ച എൻ്റെ പിതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകർക്കും മാതൃയാക്കാൻ കൊള്ളാകുന്ന അനേക നല്ല ഗുണങ്ങൾ തന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ആത്മാക്കളെക്കുറിച്ചുള്ള തൻ്റെ ഭാരം പ്രാർത്ഥനകളിലും സംഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും വളരെ വ്യക്തമായിരുന്നു. ഞാൻ വളരെ ചെറുപ്രായത്തിൽ സ്കൂളിൽ ചേർന്നു, ഒരു ജോലിക്ക് പോയി. ഞാൻ ചെന്ന സ്ഥലത്ത് ഒരു കടവ് കടന്നു വേണം ആളുകൾക്ക് ആ തുരുത്തിലേക്ക് ചെല്ലാൻ. അവിടെ ആ കടവ് കടത്താനൊരു വഞ്ചിയുണ്ട്. ആ വഞ്ചിക്കാരൻ 5 മണി 6 മണി ആവുമ്പോൾ പോവും. ലേറ്റായി വരുന്നവരെ
കടവ് കടത്താൻ PC മാസ്റ്റർ നിൽക്കുമായിരുന്നു. രാത്രി 8 മണി വരെ അവരുടെ അനുവാദത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടവ് കടത്തി നിൽക്കും, പ്രാർത്ഥിച്ചു. അങ്ങനെ സമൂഹത്തിൽ ഒരു സേവനം ചെയ്ത നല്ല നാളുകൾ തനിക്കുണ്ടായിരുന്നു. ഒരിക്കൽ പറവൂർ ഭാഗങ്ങളിൽ താൻ ജോലി ചെയ്തിരുന്ന സമയം കഴിഞ്ഞ തനിക്ക് ശരീരക്ഷീണം വരുന്ന 1-2 വർഷങ്ങൾക്ക് മുന്നേ ആ സ്കൂളിൽ കൊണ്ടുപോയി, തൻ്റെ ആദ്യത്തെ സ്കൂൾ. അവിടെ എല്ലാ ദിവസവും പരസ്യയോഗങ്ങൾ നടത്തുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു ലീഡർ തന്നെ ഭീഷണിപ്പെടുത്തിയ സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. മേലിലൂടെ കണ്ടുപോകരുതെന്ന്. എന്നാൽ ഇവിടുന്ന് പോകാൻ പറഞ്ഞെങ്കിലും ആ ആൽത്തറയിൽ കയറി നിന്ന് വചനം പറഞ്ഞിട്ടു. തൻ്റെ സൈക്കിൾ താൻ ചവിട്ടി ജാമേജാക്കി, എങ്കിലും അവിടെ നിന്ന് വചനം പറഞ്ഞിട്ടാണ് താൻ പിന്മാറിയത്. പിന്നീട് മനസ്സിലായി താനെ കോമ്പാർ ആന്റണിയുടെ ആ സഹോദരൻ്റെ പുത്രനാണെന്ന്. അദ്ദേഹം പിന്നീട് കണ്ടപ്പോൾ സോറി പറഞ്ഞത്, പിന്നീട് ആ ദേശത്ത് ശക്തമായി ആ മീറ്റിങ്ങുകൾ നടത്തിയതും താനെ പലപ്പോഴും ഓർക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഭാ വ്യത്യാസമെന്നെ ഇന്ത്യൻ ചർച്ചുകളാകട്ടെ, AG ആകട്ടെ, ഷാരോൺ ആകട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആകട്ടെ, അതിൻ്റെ പ്രസിദ്ധ കൺവെൻഷനുകളിൽ വിദേശങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം തനിക്ക് ഭാഗ്യം നൽകി. വിശേഷാൽ കർണാടകയോടുള്ള ബന്ധത്തിൽ കർണാടക റീജിയൻ്റെ ആദ്യ കൺവെൻഷനിലെ ആദ്യ പ്രാസംഗികനായിരുന്നു എൻ്റെ പിതാവ്. കർണാടക ബൈബിൾ കോളേജിലെ ആദ്യ അധ്യാപകനായിരുന്നു എൻ്റെ പിതാവ്. ഇന്നുള്ള അനേക സഭകൾ ഇന്ത്യൻ ചർച്ചുകളായിരുന്ന കാലത്ത് പാസ്റ്റർ ഡിത്തോസുമായി ബന്ധപ്പെട്ട എല്ലാ സഭകളെയും IPCയിലേക്ക് ലയിപ്പിക്കുവാൻ താൻ മുന്നിൽ നിന്നു. കർണാടകയിലെ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ TT ജോസഫുമായി തനിക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ആ ബഹ്റിനിൽ താനെ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു വാതിൽ അവിടെ ദൈവം തനിക്ക് തുറന്നു കൊടുത്തു. മാത്രമല്ല താൻ ബഹ്റിനിലേക്ക് മടങ്ങി വന്നപ്പോൾ എല്ലാ കൺവെൻഷനുകളിലും, എല്ലാ കൂട്ടങ്ങളിലും, ഓർഡിനേഷൻ ശുശ്രൂഷകളിലും PC മാസ്റ്ററെ ഉൾപ്പെടുത്താൻ താൻ മുന്നോട്ട് നിന്നു. പിന്നീട് വന്ന സാം ജോർജ് തനിക്ക് ഒരു പിതാവിനെ പോലെ ആയിരുന്നു. എല്ലാ രംഗങ്ങളിലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. TD തോമസ്, വിൽസൺ ജോസഫ്, KS ജോസഫ്, ഇന്നുള്ള ഡോക്ടർ വർഗീസ് ഫിലിപ്പ്, എല്ലാവരുമായി നല്ല ബന്ധം പാലിപ്പാൻ ദൈവം തനിക്ക് കൃപ തന്നു. സമൂഹത്തോടുള്ള ബന്ധത്തിലും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയോടെ നിർവഹിപ്പാൻ ദൈവം തനിക്ക് കൃപ നൽകിയെന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ തലങ്ങളിൽപ്പെട്ട 100 കണക്കിന് ആളുകൾ വരികയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് ഓർക്കുന്നു, പാസ്പോർട്ട് എടുക്കാൻ ഒല്ലൂക്കരയിൽ ഫോം എഴുതി കൊടുക്കാൻ ആരുമില്ലാത്ത കാലം, ഫ്രീ ആയി 100 കണക്കിന് പേർക്ക്, ഇന്നത്തെ പോലെ അത്ര ഈസി അല്ലായിരുന്നു പാസ്പോർട്ട് എടുക്കൽ, അവരുടെ കൂടെ നിന്ന് ആ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ താനെ കാണിച്ച വ്യഗ്രത ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. മാത്രമല്ല, നേഴ്സിംഗ് പ്രൊഫഷൻ ശക്തി പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു അനേക നേഴ്സിംഗ് കോളേജുകൾ. ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തോടെ അപ്പച്ചൻ്റെ കീഴിൽ അവിടേക്ക് പറഞ്ഞയപ്പാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്യുക, അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെ സമൂഹത്തോട് താൻ വലിയ കടപ്പാടുകൾ നിർവഹിപ്പാൻ തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് ഭാഗ്യം നൽകി. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കുവാൻ തൻ്റെ ഭൗതിക ശരീരം കണ്ണാറയിലുള്ള ആ സെൽ, താൻ വിലയ്ക്ക് വാങ്ങിയ സെല്ലിൽ നാം വെച്ചിരിക്കുന്നു. ആ വലിയ പ്രത്യാശയോടെ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.